ഇത് പിന്നെ മഴക്കാർ വെച്ച് കയറണോണ്ടല്ലോ. കാലാവസ്ഥക്കാർക്ക് പഴവല്ല പറഞ്ഞ ജൂൺ ആദ്യം മഴ പെയ്യുന്നു പറഞ്ഞ് കൃത്യമായിട്ട് മഴയും പെയ്തു. അവിടെ ഇരുന്ന പഴയ ആൾക്കാരൊക്കെ റിട്ടയർഡ് ആയില്ലേ, പുതിയ പിള്ളേർ വന്നു. എടാ മീൻ കൂടെ നോക്കണ്ടേ? അമ്മയെ തേങ്ങ അരച്ച് വെച്ചോ, മീൻ എടുത്തിട്ട് വരാം. കനത്തിലാണ്ടുണ്ട് കേട്ടാ. ഇതന്നെ ആമേ, നീയൊന്നും ഇല്ല. ആമയെങ്കി ആമ, അച്ഛൻ പൊട്ടിക്കും. അതൊക്കെ പണ്ട് ആമയെ പൊട്ടിച്ചപ്പോ ഫോറസ്റ്റുകാർ അച്ഛൻ്റെ പൊട്ടിക്കും. മഹാഭാവി വെള്ളത്തിലേക്ക് ഇടാൻ മേലിടുന്ന അത് ശ്വാസം മുടി ചത്തുപോകത്തില്ലേ? അമ്മ ഇപ്പൊ തേങ്ങ ചരട് വെച്ച് കാണും. ചൂണ്ടയിരിപ്പില്ലേ, മീനൊക്കെ കാപ്പ് പിടിക്കണ മുമ്പ് ഇടാം, ചാടിക്കൊത്തു. കൊത്തണ്ടോ നിനക്കാ? ഒരു വരാല് വന്നപ്പോ കൊമളയിലോട്ട് പോയി. പണ്ടാറുടങ്ങാൻ മഴയും പെയ്തു, ഒരു കോപ്പ് കിട്ടുന്നുമില്ല. അവിടെ കിടക്കട്ടെ. മുഖാരം പാടത്ത് മീൻ കയറിയിട്ടുണ്ട്, വീശുകാരി വന്നതാണ്, പോയി നോക്കാം. ഉടക്കോല വെക്കാം, കാര്യം ഉടക്കും. ഇല്ലെങ്കിൽ തേങ്ങ അരച്ച് വെച്ചേക്കണോണ്ട് അമ്മ ഉടക്കും. പുല്ലാൻ മുള്ള. ഒന്നുമില്ല, ഇതിനി കുരുക്കഴിച്ചെടുക്കാൻ 2 ദിവസം വേണം. നോക്കി നിൽക്കാതെ വീശറോ, വരാലോണായിട്ടില്ലേ? അല്ല വീശിക്കോ വീശച്ചേട്ടാ. അമ്മേ മീനൊന്നും കിട്ടിയില്ല. അല്ല പരല, ചില്ലാങ്കൂരിയ, പുല്ലാൻ അതിനായാലും കിട്ടണ്ടല്ലേ, ആർക്കും ഒരു കോപ്പും കിട്ടത്തില്ല. വംശനാശം. വെള്ളത്തിലാണെങ്കിൽ പള്ളത്തി പോലും ഇല്ല. രാമാമേ തോടെ പാടത്തറച്ച് മീനാ, ഞാൻ ചൂട്ടിട്ട് പിടിച്ച നീർമീനും കൊണ്ട് പിടിച്ചെന്നാലേ അമ്മേനെ ഓടിക്കും. പിന്നെ ഞാനാണെങ്കിൽ ഇത് കൂട്ടത്തുമില്ല, ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പിടിക്കണം. എന്നാ രാമാമ വെച്ചു ദൈവം മറന്നു. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി മഴ കാണും, തേങ്ങ അരച്ചുകൊണ്ട് തക്കാളിക്കറി വെക്കാം. അച്ഛന്റെ തോർത്തെടുത്തോണ്ട് പോയി പരല് പിടിച്ചാലോ? അങ്ങനെ നോക്കാം. ആ